സെല്ലി മോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചോദിക്കണം ലൂസിഫറിലെ ടുവേർഡ്സ് ഒരു ലാസ്റ്റ് പോയിന്റിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ലാലേട്ടൻ്റെ ഒരു ഈവലിഷ് പോയിന്റ് ഡെലിവർ ചെയ്തതിന് ശേഷം കണ്ണടയ്ക്കാതെ വെക്കുന്ന ഒരു കുറേ ഷോട്ട്സ് ഉണ്ട്. അത് മനഃപൂർവ്വം ചെയ്താണോ അതോ വാസ് ഇറ്റ് റിയലി അറിയാതെ പറ്റിപ്പോയതാ? അങ്ങനെ ഒരിക്കലും അല്ല, എന്തെങ്കിലും എന്തായിരുന്നു അതിന് പുറകിലെ തോട്ട് പ്രോസസ് എന്നാണ് ചോദിക്കാൻ. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലാലേട്ടനോട് ലൂസിഫറിൽ ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ അതാണ്, ചേട്ടാ പറ്റിയ ബ്ലിങ്ക് ചെയ്യാതിരിക്കുമോ എന്ന്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം അത് ചില ലെങ്തി ഷോട്ടിലൊക്കെ ഇമ്പോസിബിൾ ആണ്, പിന്നെ നമ്മൾ ബ്ലിങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ആക്ടേഴ്സ്. അപ്പോൾ അത് ചെയ്യരുത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലാലേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, ചേട്ടാ ബ്ലിങ്ക് ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. രണ്ട്, ചേട്ടാ തോള് ചരിഞ്ഞില്ല എന്നും പറഞ്ഞായിരുന്നു. ഇത് രണ്ടുമാണ് ഞാൻ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. വേറെ ഒന്നും മൂപ്പരോട് പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ ചെയ്തോളും. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ആക്ച്വലി ഈ സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇയാളൊരു എക്സ്ട്രീംലി ഒരു സട്ടിലാണ് ഈ ക്യാരക്ടർ. ഇയാളുടെ ഇൻറ്റിമിഡേഷൻ, ഇയാളുടെ ഉള്ളിലുള്ള ഇയാളുടെ ഓറ, ഇയാളുടെ പവറിന്റെ സ്പാൻ എല്ലാം ഇയാൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. സത്യത്തിൽ ഇയാളുടെ എതിരെ നിൽക്കുന്ന, അല്ലെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇയാൾക്കെതിരെ നിൽക്കുന്ന ഇയാളുടെ സോ കോൾഡ് എതിരാളികളൊന്നും തന്നെ ഇയാൾക്കൊരു വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരാള് നോക്കുമ്പോൾ, നമ്മൾ ഒരാളെ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന വേറെന്തോ ആണ് എന്നുള്ളൊരിതില്ല. അതായത് നീ ഇപ്പൊ സംസാരിക്കുന്ന ഞാനുമായിട്ടാണ്, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളൊരു. അപ്പൊ അത് വരാനാണ് ഈ കണ്ണ് പറ്റിയ ഡിസെൻഗേജ്ഡ് ആക്കുക. അപ്പൊ അങ്ങനൊരു തോട്ടായിരുന്നു എൻ്റെ. അതിപ്പോ ഞാൻ പറയുന്നതിനേക്കാൾ മനോഹരമായിട്ട് അത് സ്ക്രീനിൽ ചെയ്യാൻ എനിക്കൊരു ആക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതിപ്പോ നന്നായത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വളരെ മോശമായി പോയേനെ. ഞാനിത് ഇത്രയും കാര്യങ്ങൾ പറയുന്നു, അത് ലാലേട്ടന്റെ സ്റ്റൈലിൽ കാണിക്കുന്നു, അതിന് ആൾക്കാർ കൈയടിക്കുന്നു. അപ്പൊ അത് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം രാജുവേട്ടനെ എപ്പോഴെങ്കിലേക്ക് കയ്യിൽ കിട്ടും. ആ കാല് കയറ്റി വെക്കുന്ന ഷോട്ട് മുന്നേ സീനിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് രാജുചേട്ടൻ എനിക്കൊരു സംഭവം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തൊരു സീക്വൻസ് ആണത്. ആ ഷോട്ട് വന്ന രീതിയും എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കാൻ പ്ലാൻ ഉണ്ടായി, എവിടെ നിന്നാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ചെയ്താൽ കൊള്ളാം എന്ന് തോന്നാൻ കാരണം ഞാൻ ഭയങ്കരമായിട്ട് ചെറുതായിരുന്നപ്പോൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഞാൻ കൈയടിച്ച സീനാണ് ഒളിമ്പ്യൻ അന്തോണി യാദത്തിൽ സ്ഫടികൻ ജോർജിന്റെ നെഞ്ചത്ത് ലാലേട്ടൻ കാലെടുത്ത് വയ്ക്കുന്ന സീൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഐക്കോണിക്, ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഐക്കോണിക് സിനിമ മൊമെന്റ് ആണ് ആ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുരളി എഴുതിയ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ കാലെടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ കൈകൊണ്ട് ഇടിക്കുന്നതായിരുന്നു. അപ്പൊ ഞാനിത് ഈ സീൻ ഇങ്ങനെ കൺസീവ് ചെയ്ത് വന്നപ്പോൾ, ഇപ്പൊ എനിക്കൊരു ഷൂട്ട് സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. ഞാൻ വന്നപ്പോൾ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ കുഞ്ഞിനെ വലിച്ചെറിയുന്നു, അപ്പൊ ഈ കൈ കൊണ്ട് ഇടിക്കുന്നു. ഞാൻ ഇപ്പൊ 2 കൈയിലും വിലം കിട്ടിരിക്കുകയല്ലേ, അപ്പൊ ഓക്കെ. പിന്നെന്ത് ചെയ്യാം, അപ്പൊ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്ന ഒളിമ്പ്യൻ അന്തോണി യാദത്തിലെ ആ ഷോട്ടാണ്. അപ്പൊ അത് റീക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്റെ ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി ഞാൻ ആ സീൻ കാണിച്ചത് ഭദ്രൻ സാറിനെയാണ്. അതെ. അപ്പൊ ആദ്യം കിട്ടിയ കമന്റ് എന്തായിരുന്നു? ഭദ്രൻ സാർ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വെറുതെയാണ്, അദ്ദേഹം എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹം ഒരു ഐക്കോണിക് സിനിമാറ്റിക് മൊമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ